ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഈ കാലത്ത് പുതുക്കി പണിതതിൽ ഇത്രയും ഗംഭീരമായിട്ട് ഇങ്ങനൊരു ക്ഷേത്രം ഈ നൂറ്റാണ്ടിൽ പണിയെടുപ്പിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് മഹാക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. അത് 16-ാം നൂറ്റാണ്ടിൽ, 17-ാം നൂറ്റാണ്ടിൽ, 18-ാം നൂറ്റാണ്ടിലൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിഞ്ഞിട്ടുള്ള, രാജാക്കന്മാരുടെ കാലത്ത് പണിഞ്ഞിട്ടുള്ള, അന്നത്തെ ക്ഷേത്രശില്പികൾ ഒരുപാട് പേര് പെരുന്തച്ഛന്മാർ പണിഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. പക്ഷേ അത് ഇന്ന് ഈ പുതുയുഗത്തിൽ അതുപോലൊരു ക്ഷേത്രം പുനഃസൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു അത്ഭുതമായി ഇവിടെ നിൽക്കുകയാണ്. പണ്ടാരത്തുരുത്ത് നിവാസികൾക്ക് മാത്രമല്ല, ഈ നാടിൻ്റെ തന്നെ ഒരു അടയാളമായി മാറുകയാണ്. നമസ്കാരം. നമ്മൾ കേരള കോളിങ്ങിൻ്റെ യാത്രയ്ക്കിടയിൽ ഇന്ന് ഒരു വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അത് ആർക്ക് സന്തോഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാവർക്കും സന്തോഷമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കരുനാഗപ്പള്ളിയിൽ ആലപ്പാട്, തീരദേശ ഗ്രാമമായ ആലപ്പാട് പണ്ടാരത്തുരുത്ത് എന്ന ഗ്രാമത്തിൽ മൂക്കുമ്പുഴ ദേവീക്ഷേത്രം ഉണ്ടായി. അതായത് കാലങ്ങളുടെ പഴക്കമുള്ള, ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യമുള്ള മൂക്കുമ്പുഴ ദേവീക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യപ്പെട്ടിട്ട് ഇന്ന് 28-ാം തീയതി 2024 മാർച്ച് 28-ന് പൊതുജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്ന ദിവസമാണ്. ഈ ഗംഭീര ദിവസത്തിൽ ഇവിടെ എത്താൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഈ കാലത്ത് പുതുക്കി പണിതതിൽ ഇത്രയും ഗംഭീരമായിട്ട് ഇങ്ങനൊരു ക്ഷേത്രം ഈ നൂറ്റാണ്ടിൽ പണിയെടുപ്പിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് മഹാക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. അത് 16-ാം നൂറ്റാണ്ടിൽ, 17-ാം നൂറ്റാണ്ടിൽ, 18-ാം നൂറ്റാണ്ടിലൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിഞ്ഞിട്ടുള്ള, രാജാക്കന്മാരുടെ കാലത്ത് പണിഞ്ഞിട്ടുള്ള, അന്നത്തെ ക്ഷേത്രശില്പികൾ ഒരുപാട് പേര് പെരുന്തച്ഛന്മാർ പണിഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. പക്ഷേ അത് ഇന്ന് ഈ പുതുയുഗത്തിൽ അതുപോലൊരു ക്ഷേത്രം പുനഃസൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു അത്ഭുതമായി ഇവിടെ നിൽക്കുകയാണ്. പണ്ടാരത്തുരുത്ത് നിവാസികൾക്ക് മാത്രമല്ല, ഈ നാടിൻ്റെ തന്നെ ഒരു അടയാളമായി മാറുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ശ്രീ വത്സലൻ പണ്ടാരത്തുരുത്ത്, അദ്ദേഹമാണ് ഈ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ്, കരയോഗം പ്രസിഡന്റ്. അങ്ങനെ ഇവിടുത്തെ ഒരു സാംസ്കാരിക പ്രവർത്തനമായി അദ്ദേഹത്തോടൊപ്പം നമുക്കൊന്ന് ചേരാം. മൊത്തം ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും അറിയാം. ചേട്ടാ, ക്ഷേത്രം പുനരുദ്ധാരണം കഴിഞ്ഞു. ഇന്ന് 28-ാം തീയതി ഇത് സമർപ്പണമാണ് പൊതുജനങ്ങൾക്കായിട്ട്. അതിന്റെ ഒരു വിഗ്രഹ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു 22-ാം തീയതി. ഇപ്പൊ ഈ മൂക്കുമ്പുഴ ക്ഷേത്രത്തിന്റെ ഒരു തുടക്കം, അതിന്റെ ഒരു മൂല ക്ഷേത്രത്തെ കുറിച്ച്, അതിന്റെ ഒരു ഐതിഹ്യത്തെ കുറിച്ച് എങ്ങനെ പറയാം? ഇത് 12-ാം നൂറ്റാണ്ടിൽ സാമുദ്രിക കോവിലകത്ത് നിന്നും ജലമാർഗം ദേവി വന്നിരുന്നുവെന്നും അങ്ങനെ ബ്രാഹ്മണന്മാരുടെ 5 മനകളുണ്ടായിരുന്ന മനകൾ കെട്ടി താമസിച്ച ബ്രാഹ്മണന്മാർ കയ്യിൽ ഈ ഭഗവതിയുടെ ഈ വിഗ്രഹം എത്തുകയും അവർ യഥാസമയം ഇതിൻ്റെ പൂജ ചെയ്ത് തിന്നപ്പോഴത്തേക്ക് ദേവിയുടെ അരുൾപ്പാടുണ്ടായി. അങ്ങനെ ദൈവികമായൊരു സ്ഥലം തിരക്കി നടന്ന് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്ന് ഒരു ചെറിയ സ്ഥലം മാത്രം കണ്ട് കരിയില മൂടി കിടന്നൊരു സ്ഥലം, ആ സ്ഥലത്ത് കൊണ്ടുവന്ന് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ പ്രതിഷ്ഠ നടത്തി പൂജിച്ചു എന്നാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത്. അത് 4 വശവും പുഴയാൽ ചുറ്റപ്പെട്ട് കിടന്നത് കൊണ്ടാണ് മൂക്കുമ്പുഴ എന്ന് പേര് വന്നത്. കടലും അറബിക്കടലും അതെ, ഇത് ജലപാത. പള്ളിക്കലാറിൻ്റെയും അറബിക്കടലിൻ്റെ തീരദേശത്ത് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്നൊരു ദ്വീപിൻ്റെ നടുക്ക് ഒരു ചെറിയ കര കണ്ട് ആ കരയിലാണ് ദേവിയെ പ്രതിഷ്ഠ. അത് മൂക്കുമ്പുഴ പാടമായിരുന്നു. മൊത്തം പാടം. ഈ ക്ഷേത്രം ഇതാണ് മൂലക്ഷേത്രം. ഈ ക്ഷേത്രം നിന്ന സ്ഥലമാണ്. അതാണ് ക്ഷേത്രം നിന്ന സ്ഥലം. ആ സ്ഥലം അതുപോലെ തന്നെ 1 ഇഞ്ച് പോലും വ്യത്യാസമില്ലാതെ മൂലക്ഷേത്രമായിട്ട് അവിടെ പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ 2016-ലാണ് നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ പണി തുടങ്ങുന്നത്. അതിനിടയ്ക്ക് നമുക്ക് കോവിഡൊക്കെ വന്നപ്പോഴത്തേക്ക് കുറെ പെൻഡിങ്ങിൽ വന്നു. ഇപ്പൊ 2024 മാർച്ച് മാസം 22-ാം തീയതി നമ്മുടെ പ്രതിഷ്ഠ നടന്നു. 28-ാം തീയതി പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ ഒരു മഹാ ദിവസമാണ്. അതായത് അല്ലെങ്കിൽ ഒരു മൂക്കുമ്പുഴ ദേശത്തിന്റെ എന്നല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കരുനാഗപ്പള്ളി പ്രദേശത്തിന്റെ ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ ഇത്രയും വലിയൊരു ക്ഷേത്രം ആരും പണിത് കാണത്തില്ല. ഇത്രയും വലിയൊരു ക്ഷേത്രം. പണ്ട് ഋഷീശ്വരന്മാരായിട്ടുണ്ടായിരുന്ന വലിയ മഹാന്മാരൊക്കെ വലിയ ക്ഷേത്രങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതിട്ടുണ്ട്. അവർക്കൊക്കെ ദൈവികമായി കിട്ടിയ സിദ്ധി ഉപയോഗിച്ചിട്ടാണ്. ഒരു ആധുനിക സൗകര്യങ്ങളും ഇല്ലായിരുന്ന കാലത്താണ് ആ ക്ഷേത്രങ്ങളൊക്കെ പണിതത്. പക്ഷേ ഇന്ന് ഈ നൂറ്റാണ്ടിൽ ഒരുപക്ഷെ ഇത്രയും വലിയൊരു ക്ഷേത്രം പണിത് കാണാൻ സാധ്യത കുറവാണ്. ചോരാതെ തന്നെ ആ പൗരാണികതയല്ല നിലവിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ പണിതിട്ടുള്ള വലിയ മഹാക്ഷേത്രങ്ങളെ അതുപോലെ തന്നെ അതിനകത്തുണ്ടായിരുന്ന കൊത്തുപണികളെല്ലാം, അത്തരം കൊത്തുപണികൾ ഇപ്പോഴും നമ്മൾ അനുവർത്തിച്ചുകൊണ്ടാണ് നല്ല ശാസ്ത്രീയമായ ഒട്ടും ചാരുത വിട്ടു പോകാത്ത തരത്തിൽ. ഇത് നമ്മുടെ മൂലക്ഷേത്രത്തിൽ നിൽക്കുന്ന ആ കൊത്തുപണികൾ എന്ന് പറയുന്നത് കൈകൊണ്ട് 4000 തച്ചാണ്. കൈകൊണ്ട് കൊത്തിയ തടിയാണ് ചെയ്തിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ കൈകൊണ്ട്
കൊത്തിയിട്ടുള്ള ഇതെല്ലാം പാറയാണ്. കൃഷ്ണശില. കൃഷ്ണശില എന്നാണ് അതെ, ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? അത് തഞ്ചാവൂരിൽ നിന്നുണ്ട്. തഞ്ചാവൂരിൽ നിന്നാണ് കൃഷ്ണശില എത്തിക്കേണ്ടത്. ഇതിന്റെ പ്രത്യേകതകളെല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞു. ഇത് പിന്നെ ഈ എല്ലാ ആംഗോപാംഗത്തോടു കൂടി നമ്മുടെ ഒരു മഹാക്ഷേത്രത്തിന് എന്തെല്ലാം ചട്ടവട്ടം വേണമോ അതെല്ലാം നമ്മൾ ഈ ക്ഷേത്രത്തിൽ പരിപാലിച്ചിട്ടുണ്ട്. അത് കൃഷ്ണശിലയും തേക്കും തടിയും ചെമ്പും ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ക്ഷേത്ര രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളൊക്കെ തന്നെ നല്ല വിദഗ്ധന്മാരായിട്ടുള്ള കൊത്തുപണിക്കാരെ വെച്ച് നമ്മുടെ ഇവിടെ ഇട്ട് തന്നെ പണിത് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് തൃശ്ശൂരിലുള്ള സുൽകൃഷ്ണ എന്ന് പറയുന്ന ഒരു ശില്പിയും കാണിപ്പയ്യൂരാണ് ഇതിൻ്റെ സ്ഥാപതിയും. പൊതുവെ തീരദേശത്ത് നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാം, ചെറുതും വലുതും പഴക്കമുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാം. അതിന്റെ കാരണം തീരദേശത്തുള്ള പൊതുവെ എല്ലാവരും ഒരു ക്ഷേത്രവിശ്വാസത്തിന് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കടലുമായി മല്ലിട്ടാണ് നമ്മുടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ് 99%. അപ്പോൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത് കടലുമായി മല്ലിട്ടാണ്. അപ്പോൾ കടലിൻ്റെ അഗാധതലത്തിൽ പോകുമ്പോൾ ഒരു രക്ഷയും ഇല്ലാതെ പോകുന്നതാണ്. അതുകൊണ്ട് ഇല്ല, അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ പോലും ആരെയും വിളിക്കാനും ഒന്നും സാധ്യതയില്ല. അപ്പോൾ ഈ അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതാത് പ്രദേശത്ത് നിൽക്കുന്ന ദൈവങ്ങളെ സാക്ഷി നിർത്തിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും വലിയ കമ്മ്യൂണിസം പറഞ്ഞാൽ പോലും അവനും വലിയ ഭക്തനാണ്. അതുകൊണ്ട് 100% ആളുകളും ഈ ക്ഷേത്രത്തിൽ അധിഷ്ഠിതമായ ഭക്തിയിൽ നിൽക്കുന്നത് അവൻ്റെ വിശ്വാസവും അവൻ്റെ കുലത്തൊഴിലിൻ്റെ സംരക്ഷണമാണ്. അതുപോലെ ഇത് ആദ്യം പ്രാസി മേഖലകളിൽ അല്ലെങ്കിൽ ആദിമകാലത്ത് മനുഷ്യൻ മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ചിരുന്ന ഒരു കാലത്ത് അവിടെ ഒരു കല്ലിൽ വെച്ച ഒരു ദൈവത്തിനെ അതിൽ കണ്ട് അങ്ങനെയാണല്ലോ ഒരു ആരാധനയുടെ തുടക്കം വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. അപ്പൊ ശരിക്കും അന്നും അവൻ പ്രകൃതിയോട് മല്ലിട്ട് തന്നെയാണ്. ആ സ്ഥലത്ത് ആ സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു കരുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമുഖത്ത് ആദ്യം ഉണ്ടായ തൊഴിലെന്ന് പറയുന്നത് മത്സ്യപ്പിടുത്തമാണ്. അത് കഴിഞ്ഞാണ് ബാക്കി എല്ലാം ഉണ്ട്. ഈ ആഹാരം കഴിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ പുഴയിൽ കണ്ട മീനിനെ പിടിച്ച് ആണ് നമ്മുടെ അപ്പോൾ തൊഴിൽ മേഖല എന്ന് പറയുന്ന ആധുനിക യുഗത്തിലെ ആദ്യത്തെ തൊഴിൽ മേഖലയാണ് മത്സ്യത്തൊഴിൽ. തൊഴിൽ മേഖല മാത്രമല്ല, ഭക്ഷ്യമേഖലയോ. അതെ അതെ, അത് വേറെ ഒന്നുമില്ല, നെല്ലില്ല, ഒന്നുമില്ല, ഭക്ഷിക്കാൻ ഒന്നുമില്ല. മീൻ മാത്രം ചുമ്മാ നമ്മുടെ മുമ്പിൽ കിടന്ന് പുഴയിൽ കിടന്ന് കളിക്കുന്ന കണ്ട് അതിനെ പിടിച്ച് തിന്നുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനെ പിന്നെ ചുട്ടു തിന്നാൻ തവ ഫ്രൈ ഉണ്ടാക്കാനൊക്കെ നമ്മൾ പരിശീലിച്ചിട്ടുള്ളത്. കല്ലുകൾ നമ്മൾ കൂട്ടിയിടിച്ച് പിന്നെ തീ ഉണ്ടാക്കി അതിൽ ചുട്ടു തിന്നാൻ തുടങ്ങി. ഇനിയിപ്പോ 28-ാം തീയതി കഴിഞ്ഞാൽ പഴയതുപോലെ പുതിയ ആചാരങ്ങളും നമുക്ക് ഇനി അടുത്ത ഒന്നാം ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇനി കൊടിമരം കൂടി വേണം. ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുന്നത് മകരഭരണിയാണ്. അടുത്ത മകരഭരണിക്ക് മുമ്പേ കൊടിമരം കൂടി കെട്ടി പൂർത്തിയാക്കും. അതാണ് ഇത് നമ്മുടെ ഒരു അടയാളമായി ഇത് കേരളത്തിലെ കായലോര കടലോര മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി ഭാവി മാറും. ഒരു ക്ഷേത്രം മുമ്പൊക്കെ ഈ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മറ്റു ആരാധനാലയങ്ങളാണ് ഒരു സാംസ്കാരിക അവിടുത്തെ ആ പ്രദേശത്ത് സാംസ്കാരിക കേന്ദ്രം. അങ്ങനെയാണെങ്കിൽ ഇതിന് ചുറ്റിപ്പറ്റി സാംസ്കാരികമായ ഒരു ഡെവലപ്മെന്റ് നമ്മൾ പ്ലാനിങ് ഉണ്ടാകും. നമുക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു 8 ഏക്കറോളം സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് അടുത്ത കാലത്ത് അടുത്തൊരു ഉദ്യമം എന്ന് പറയുന്നത് കുറേ സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹ്യ മേഖലകളിൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള നിലയങ്ങൾ ഉണ്ടാക്കണമെന്നും അത് നമ്മുടെ ഇവിടുത്തെ പ്രബോധിനി എന്ന് പറയുന്ന ഗ്രന്ഥശാലയുണ്ട്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സാംസ്കാരിക സംഘടനകളുണ്ട്. എന്നാൽ പോലും നമുക്ക് കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു ആത്മീയത പഠിപ്പിക്കാൻ ഒരു ആത്മീയ കേന്ദ്രം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. താന്ത്രിക വിദ്യാപീഠം പറയുന്നത് പോലെ അത്തരത്തിലൊരു സാംസ്കാരിക കേന്ദ്രം ഉണ്ടാവേണ്ടത് എപ്പോഴും ആവശ്യമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു മതം പഠിപ്പിക്കലല്ല, ഇതൊരു സംസ്കാരം പഠിപ്പിക്കലാണ്. അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാവട്ടെ. അതിൽ ചുറ്റിപ്പറ്റിയ പലർക്കും തൊഴിലും കാര്യങ്ങളും ഉണ്ടാവണം. അവരുടെ ചിന്തകൾ നല്ല രീതിയിൽ ചിന്തിക്കാൻ പോകുന്ന ഒരു തലമുറ, മുമ്പത്തെ തലമുറ അല്ല ഇന്നത്തെ തലമുറ. അപ്പോൾ വീണ്ടും ഈ പുതിയൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇത് നിലനിന്ന് പോകത്തുള്ളൂ. ഇതെന്നല്ല എല്ലാം നിലനിൽക്കണമെങ്കിൽ അത്തരത്തിലുള്ളൂ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു മഹാക്ഷേത്രം ഇവിടെ എന്ന നിലയിൽ തന്നെ ഇവിടെ പുനർസൃഷ്ടിച്ച് നിർമ്മിക്കുകയും അതിന് ഈ പരിസരങ്ങളിലുള്ള ദൂരെ നിന്നുള്ളവരുടെ പോലും ഒരു വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാന അടയാളമായി മാറി ഒരുപാട് ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹകരണവും 99% മത്സ്യത്തൊഴിലാളികളുടെ വരുമാനമാണ്. എന്നാൽ പോലും ഒട്ടനവധി ഒരുപാട് ഭക്തന്മാർ ഇതിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് ഇതിനെ കാണുന്നത് ഇത് നമ്മുടെ ഒരു സാംസ്കാരിക കേന്ദ്രം തന്നെയായിട്ട് മാറണം എന്ന് തന്നെയാണ്. എന്തായാലും വളരെ സന്തോഷം ഈ ക്ഷേത്രത്തിൽ എത്താൻ ഇത് കാണാൻ കഴിഞ്ഞത്. സന്തോഷം. ഇന്ന് 28-ാം തീയതി മാർച്ച് 28, 2026 മാർച്ച് 28 ഇന്ന് ഇത് പൊതുജനങ്ങളിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ഇതൊരു മഹാസംഭവമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.